പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് പകലും മാറ്റമില്ലാത്ത ദൈവവചനം കേൾക്കേണ്ടതിന് നിത്യതയിൽ സ്ഥിരമായിരിക്കുന്ന ഏത് മാനവരാശിയെയും അനുഗ്രഹിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യാൻ കഴിവുള്ള നിത്യനായ തേജോമാനായ ദൈവത്തിൻ്റെ വാക്കുകൾ, അവിടുത്തെ ഇഷ്ടങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കേൾക്കേണ്ടതിന്, ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഹിതം ഞങ്ങൾക്കിന്ന് വെളിവാകേണ്ടതിന് കഴിഞ്ഞ ആഴ്ചകളായി പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവ് കിരീടധാരണ ദിവസത്തെക്കുറിച്ചുള്ള ആ മനോഹരമായ അവിടുത്തെ ചിന്തകളും ആഗ്രഹങ്ങളും ഇന്ന് വീണ്ടും ഞങ്ങൾക്ക് കേൾക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ആത്മാവിനെ ശരണപ്പെടുകയാണ്. ഇവിടെ വന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ ഞങ്ങൾ സ്വർഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് പഠിച്ചു തുടങ്ങിയ ക്ലാസ് മൈ കൊറോണേഷൻ ഡേ, എൻ്റെ കിരീട എന്തു പറ്റി, ആർക്കും അങ്ങോട്ട് ഇഷ്ടമില്ലെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ അല്പം ബുദ്ധിമുട്ട് തോന്നും നമുക്കത് ഗ്രഹിക്കുവാൻ. കാരണം ഇന്ന് വരെ കേൾക്കാത്തതായതുകൊണ്ട് നമുക്കൊരല്പം നമ്മുടെ ചിന്തകൾ കൊതുങ്ങുവാൻ, ഈ പൊട്ട ബോക്സിനകത്ത് കയറുവാൻ അല്പം ബുദ്ധിമുട്ട് എനിക്കറിയാം. എന്നാലും ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ പറയുന്നതൊന്നും നിങ്ങളുടെ കയ്യിരിക്കുന്ന പുസ്തകത്തിൽ ഇല്ലാതിരിക്കത്തില്ല. ഇവിടെ പറയുന്ന ഏത് വാക്കും അത് അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എത്രത്തോളം അറിയുന്നുവോ ആ ദൈവഹിതം അറിയുന്നവരായി തീരുമാനം ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായി 7:21 ദൈവവിശ്വാസികളെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യം അവകാശമാക്കുന്നത്. നമ്മൾ ഈ ആയുസ്സിൽ നമ്മൾ ഓരോ ദിവസം നമ്മൾ അന്വേഷിക്കേണ്ടതും നമ്മൾ കണ്ടെത്തേണ്ടതും നമ്മൾ അത് പിടിച്ചെടുക്കുവാൻ ജയജീവൻ നയിക്കേണ്ടതും ആ ദൈവരാജ്യം മാത്രമാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾ യേശുവിനെ പോലെ ആയി മാറാനും ഈ ചെറിയ ജീവിതം ഇപ്പോൾ അവസാനിക്കും. നമ്മുടെയൊക്കെ അല്പം നാൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, പണ്ട് ഞാനൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും കോലം കെട്ട് വരികയാണ്. പള്ളിയിൽ എണ്ണം കുറയുന്നു, പിന്നെ ഇതിന് പിന്നെ പണ്ടേ ഇല്ല, പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം അല്പനാൾ മാത്രം നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. ഹല്ലേലൂയ. ഈ ആയുസ്സിൽ നമ്മൾ തേടുന്ന, നമ്മൾ പ്രാപിക്കുന്ന വിശുദ്ധിയാണ്, നമ്മൾ പ്രാപിക്കുന്ന തേജസ്സാണ് നമുക്ക് സ്വർഗത്തിൽ നമുക്ക് ഇരിപ്പിടം ഉറപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസം നമുക്ക് അവിടെ കടന്നു കയറാം. പക്ഷേ നമുക്ക് ലഭിക്കാൻ പോകുന്ന വാക്തത്വങ്ങളും അവകാശങ്ങളും നമ്മളിവിടെ പ്രാപിക്കുന്ന വിശുദ്ധിക്കൊത്തവണ്ണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്. ആ തേജസ്സിന് ഒത്തവണ്ണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന വാക്തത്വമായ ആ സ്വർഗത്തിലെ അവകാശങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞു, ഏലൂര് പോയി, അവിടെ നിന്ന് മടങ്ങിപ്പോ വന്നേ ഉള്ളൂ. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഹല്ലേലൂയ. ഇനി വൈപ്പിനും കൂടിയുണ്ട്, അത് കഴിയുമ്പോൾ പെട്ടിക്കുള്ളിലാവും. അതൊക്കെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ ഈ പൊട്ടബുദ്ധിക്ക് മനസ്സിലാകത്തില്ല ഇത് എന്തൊക്കെ പറയുന്നത്. പക്ഷേ ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഇന്നും അനേകരുടെ ഹൃദയത്തിലും ആഗ്രഹങ്ങൾ പലതുമാണ്, നമുക്ക് ഇന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇത്രയ്ക്കധികം കഴിഞ്ഞ 8-9 മാസമായി കഠിനാധ്വാനം, തൊണ്ട കീറി നമ്മൾ പ്രസംഗിച്ചിട്ട് പോലും അനേകരുടെ ഹൃദയത്തിനകത്തും എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവഹിതം ഇന്നും എഴുതാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ അറിഞ്ഞേ മതിയാകൂ, ഇതിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ ആയുസ് ഇവിടെ അസ്തമിക്കും, തീരാൻ പോകുകയാ. ഇന്നോ നാളെയോ നമുക്കറിയത്തില്ല. വിസ കഴിഞ്ഞ് തിരിച്ചു വിളിക്കുമ്പോൾ മടങ്ങിപ്പോണം. മനുഷ്യപുത്രന്മാരെ തിരികെ വാ എന്ന് വിളിക്കുമ്പോൾ പഴകിപ്പോണം നമ്മളെല്ലാവരും. അതിനു മുമ്പ് നമ്മുടെ ഇരിപ്പിടം ഉറപ്പിക്കണം, നമ്മുടെ ഭവനം ഉറപ്പിക്കണം. ഹല്ലേലൂയ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഇന്ന് കാണുന്ന ഫ്ലാറ്റുകളൊക്കെ ചുമ്മാ പണിത് കൂട്ടുകയല്ല. ഇതൊക്കെ നമുക്കില്ലേ 40 നിലയുള്ള ചോയ്സ് ടവറൊക്കെയാ. ഇപ്പം അതിനൊക്കെ വലുത് വന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ആ ഫീൽഡ് വിട്ടതുകൊണ്ട്. ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഈ സ്വർഗീയ പർദീസയിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഭാഷ പറഞ്ഞ ആകാശത്ത്, അല്ലേ, അല്ലെങ്കിൽ ഹെവൻസ്, സ്വർഗങ്ങളിൽ എവിടെയൊക്കെയോ വെളിപ്പാട് ദിവസം പറയുന്ന പോലെ 1400 മുഴം വീതിയും 1200 മുഴം നീളവും ഉയരവുമുള്ള മനോഹരമായ ഒരു വലിയൊരു ഫ്ലാറ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തെ ഭവനങ്ങൾ എത്രയോ കോടി ഭവനങ്ങളെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. അതിൻ്റെയൊക്കെ സിമ്പിളാണ്. അതിനൊക്കെ നമുക്ക് ബുദ്ധിക്ക് തെളിവാകാൻ വേണ്ടി ജനം കണ്ടുപിടിച്ചിരിക്കുക ഈ ഫ്ലാറ്റ് സിസ്റ്റമൊക്കെ.
ഞാനൊക്കെ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ഇവിടം വിട്ടാൽ മനോഹരമായ നശിക്കാത്ത ഒരു ഫ്ലാറ്റിലേക്ക് പോകാൻ പോകുകയും നമ്മളെല്ലാവരും. വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ ആ പുതിയ യെരൂശലേമിൽ വരാൻ പോകുന്ന മനോഹരമായ പുതിയ യെരൂശലേം എന്ന് പറയുന്ന മഹാകെട്ടിടം, മനോഹരമായ പട്ടണം, അതിലേക്ക് നമ്മൾ ഓരോരുത്തർ പോയി താമസിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ചെറിയ ജീവിതം അല്പ ആയുസ്സേ ഉള്ളൂ നമ്മുടെ ജീവിതം. അത് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. പണ്ടൊക്കെ ജാതി ലോകത്തിൽ നമ്മൾ ജീവിച്ചത്, നമ്മൾ ദൈവങ്ങളുടെ അടുക്കൽ പോയത് നമ്മുടെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മോഹങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടൊന്നും നമുക്ക് സ്വർഗം തരാമെന്ന് ഒരു ദൈവങ്ങളും വാഗ്ദത്തം നൽകിയിട്ടില്ല. ഒരു മതത്തിൻ്റെ നേതാക്കന്മാരും ഒരു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും സ്വർഗം തരാമെന്നും മരണശേഷം നീ എൻ്റെ വീട്ടിൽ വാ എന്നും അതിൻ്റെ ഉറപ്പ് തരുവാനും ഒരു ഗ്രന്ഥങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒരു ദൈവങ്ങളുടെ അടുക്കൽ ഞാനും പോയതാ. 33.5 വർഷം ഈ ലോകത്തിലെ ദൈവങ്ങളുടെ അടുക്കൽ പോയതാ, എൻ്റെ ആവശ്യം നിവർത്തിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എന്നാൽ യേശു എന്നെ വിളിച്ചത് അവൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അങ്ങനെ നിവർത്തിക്കുന്നവർക്ക് വേണ്ടി ഉറപ്പിച്ചിരിക്കുന്ന പട്ടണമുണ്ട് സ്വർഗത്തിൽ. ഹല്ലേലൂയ. അത് സന്തോഷമുണ്ട്. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഈ ലോക ജീവിതവും എത്രത്തോളം നമ്മുടെ സ്വർഗീയ പിതാവിനെ കുറിച്ച് അറിയുന്ന അറിവുമാണ് എന്നെ സ്വർഗത്തിൽ അവകാശിയായി എൻ്റെ സീറ്റ് ഉറപ്പിക്കുന്നത്. മനസ്സിലാവണോ നിങ്ങൾക്ക്? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങളിത് പഠിച്ചേ മതിയാവും. ഇതുകൊണ്ട് കഴിഞ്ഞ് ഞാൻ ബാലപാഠങ്ങളിലേക്ക് തിരിച്ചു വരും. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക്, ബാലപാഠങ്ങളിലേക്ക്. ഇന്ന് രാവിലെയും അല്പമായി സംസാരിച്ചത് അത് തന്നെയാണ്. താഴെ ബാലപാഠങ്ങൾ, അതുപോലും ഇന്ന് 5, 10, 20, 30, 50 വർഷമായിട്ടും വിശ്വാസത്തിലായിട്ടും ബാലപാഠങ്ങൾ പോലും അറിയാതിരിക്കുന്ന വിശ്വാസ സമൂഹങ്ങൾ. ഹല്ലേലൂയ. കുറ്റപ്പെടുത്തിയതല്ല. നമുക്ക് അല്പ നിമിഷങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. കർത്താവ് വരാൻ സമയമായി. ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആയുസ് അല്പം മാത്രം ബാക്കി. അതിനുള്ളിൽ നമുക്ക് പ്രാപിച്ചെടുക്കേണ്ടത്, മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് ഓരോരുത്തരുടെ ഉത്സാഹം പോലെയിരിക്കും നമുക്ക് ആ കാര്യങ്ങൾ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ കുറച്ച് നാളുകളേറെയായി പഠിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വേറെ ആൾക്കാരായതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിലേക്ക് ഹൃദയം ഉയർത്തുമ്പോൾ പിന്നെ പലരും നമ്മുടെയൊക്കെ ഹൃദയം ഭൂമി മണ്ണിലേക്ക് ഉറപ്പിക്കുക പലപ്പോഴും ചെയ്യുന്നല്ല അനേകരും. അതുകൊണ്ട് മറന്നു പോകരുത്, ദൈവം നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മൾ ഈ പഠിക്കുന്ന ടോപ്പിൽ മാത്രം നിൽക്കാം. നമ്മളെ ജയാളികളാക്കിയിട്ട് സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയാണ്. യേശു ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ച് എൻ്റെ സിംഹാസനം ആ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ്. എത്ര പേർക്ക് സ്വർഗം അകലെയാണോ അടുത്താണോ? എത്ര പേർക്ക് സ്വർഗം അകലെയാണോ അടുത്താണോ? അടുത്ത. ഓരോ ദിവസവും വചനം പഠിച്ച് നാം ധ്യാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വർഗം അകലുകയല്ല, ഞാൻ സ്വർഗത്തോട് അടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്വർഗം എൻ്റെ അകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്ങനെ അറിയാൻ പറ്റും? ഈ ലോകം നമുക്ക് അന്യമായി തോന്നും. ലോകത്തിലെ പ്രശസ്തിയും മാനമൊക്കെ അന്യമായി തോന്നും. അതിനെക്കുറിച്ച് നമുക്ക് പറയുവാൻ അല്പം പോലും ഉണ്ടാകുകയില്ല. നിങ്ങൾ എൻ്റെ ഉണ്ടോ? നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ ഭൂമി വിട്ടിട്ടുണ്ടോ? ഞാൻ ഈ ലോകം വിട്ടുമാറിയിട്ടുണ്ടോ? എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രാർത്ഥനകളൊക്കെ നോക്കിയാൽ മതി. അത് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഇത് മറന്നു പോകരുത്. ലവോദിക്ക സഭയോട് പറഞ്ഞ കാര്യമാ ദൈവം. യേശു പറയുക, ഞാൻ ജയിച്ച് പിതാവിൻ്റെ സിംഹാസനായിരിക്കുന്നത് പോലെ നിങ്ങളും ജയിച്ച് എന്നോട് കൂടി സ്വർഗീയ സിയോണിലേക്കുള്ള ഈ യാത്രക്ക് വിളിച്ചിരിക്കുക. വലിയ വാഗ്ദത്തങ്ങൾ അതൊക്കെ, നശിക്കാത്ത വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. നേരത്തെ ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരു കണ്ണും കണ്ടിട്ടില്ല. ബാക്കി ഞാൻ തന്നെ പറയണോ? ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. തൊട്ട് മോളി പറയുക, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്. എത്ര മഹനീയമായ അവകാശങ്ങളാ ദൈവത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്, ദൈവം നമ്മളെ വിളിച്ചത് രാജ്യവും പുരോഹിതന്മാരും എന്ന് പറഞ്ഞാൽ കൺട്രിയല്ല. ദൈവം നമ്മളെ വിളിച്ചത് കിങ്സ് അല്ലെ, രാജാക്കന്മാരായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. അതിന് യേശു രാജാവായാൽ മാത്രമേ നമുക്കും അവൻ്റെ മക്കൾക്കും രാജാവാകുവാൻ കഴിയത്തുള്ളൂ. യേശു ഇപ്പോൾ ആത്മമണ്ഡലങ്ങളിൽ രാജാവായി. ഓർമ്മയുണ്ടോ? പണ്ടെങ്ങാനും കേട്ടതാ, അത് മറന്നുപോയി.
യേശു ആത്മമണ്ഡലങ്ങളിൽ രാജാവായിരിക്കുക. സ്വർഗീയ സിയോണെ കുറിച്ച് നമ്മൾ സങ്കീർത്തനം 2:6 വായിച്ചായിരുന്നു അല്ലേ? എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോണിൽ ഞാൻ എൻ്റെ രാജാവിനെ, യേശു രാജാവായി തീർന്നു സ്വർഗത്തിൽ, ആത്മമണ്ഡലങ്ങളിൽ, സ്വർഗീയ സിയോണിൽ. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്ക് ദാനങ്ങളെ കിട്ടിയിരിക്കുന്നത്. പണ്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ അല്ലേ? എനിക്കും നിങ്ങൾക്ക് ദാനങ്ങളുണ്ട്. ഇനി നമ്മൾ ഈ ക്ലാസ് കഴിയണവരെ ആരെ അനുവദിക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെ കണ്ടിന്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഇതുപോലെ മാറി മാറി വരുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പോൾ യേശു സ്വർഗീയ മണ്ഡലങ്ങളിൽ രാജാവായത് കൊണ്ടാണ് ദാനങ്ങളെ കിട്ടിയിരിക്കുന്നത്. കിട്ടിയോ? സൗഖ്യം, അവർക്ക് ആവശ്യമുള്ള ഒരു സൗഖ്യം അല്ലേ? ഭാവനങ്ങൾ എന്തുമാകട്ടെ എല്ലാം ആ പാക്കേജിനകത്തുണ്ട്. ഹല്ലേലൂയ. ഞാനിന്ന് പ്രസംഗിക്കുന്നത് പോലും അവൻ്റെ ഗിഫ്റ്റാണ്. എൻ്റെ യേശു ആത്മമണ്ഡലങ്ങളിൽ രാജാവായതിൻ്റെ ഗിഫ്റ്റാണ്, ദാനമാണ്, കൃപാവരമാണ്. അതാണ് ഇന്ന് പകൽ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദരിദ്രൻ മാത്രമാണ് ഞാനൊക്കെ. ഹല്ലേലൂയ. അവൻ തന്ന ദാനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരികയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആഴമായി പറഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചതാ, ഞാൻ വിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് യേശു ആത്മമണ്ഡലങ്ങളിൽ രാജാവായത് കൊണ്ട് നമുക്കും ആത്മമണ്ഡലങ്ങളിൽ ഒരു രാജവാഴ്ചയുണ്ട്. അതുകൊണ്ട് കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നത്, കൽപ്പിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത്. എന്തുകൊണ്ടാ? ആത്മമണ്ഡലങ്ങളിൽ എൻ്റെ കർത്താവ് രാജാവായിരിക്കുന്നു. അതുകൊണ്ട് ആത്മമണ്ഡലങ്ങളിൽ എനിക്കും എന്തുണ്ട്? അധികാരമുണ്ട്. നല്ല അറിവോടെ അല്ലേ പരിജ്ഞാനത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരുവരും നമ്മുടെ മുമ്പിൽ നിൽക്കുക പോലുമില്ല. കാരണം നമുക്ക് എങ്ങനെ അധികാരം കിട്ടുന്നത്? അധികാരം കിട്ടുന്നത് നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവ് പ്രാപിക്കുമ്പോഴാണ്. ആണല്ലോ? ഞാൻ ആര്, എന്തിന് വിളിച്ചിരിക്കുന്നു എന്ന് ഒരുവൻ അറിയുമ്പോൾ അറിവ് എന്നെ അധികാരിയാക്കുന്നു. ക്ലിയർ ആണോ? അതിൻ്റെ മുമ്പിൽ ഒരുത്തൻ പോലും നമ്മുടെ മുമ്പിൽ നിൽക്കുകയില്ല. ഹല്ലേലൂയ. ഇനി യേശു ആത്മമണ്ഡലങ്ങളിൽ മാത്രമല്ല ഈ ഭൂമിയിലും രാജാവാകണം. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ഇപ്പം പഠിക്കും. യേശു ആത്മമണ്ഡലങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഭൂമിയിലും രാജാവാകണം. രാജാവാകുമോ? യേശു ഈ ഭൂമിയിലും രാജാവാകുമോ? ആകും. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. അത് എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു. ഇനി വായിച്ചോ ഒന്ന് അങ്ങനെയെങ്കിലും വായിക്കേ. നിങ്ങളെല്ലാം വായിക്കുന്നവർ എനിക്കറിയാം, എന്നാലും ജസ്റ്റ് തമാശ പറഞ്ഞു പോയുള്ളൂ. ഇനി കാലമുണ്ടാകുകയില്ല, 7ാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം മറഞ്ഞിരിക്കുന്നത് അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുകയാണ്. ഹല്ലേലൂയ. 12 ചെറിയ പ്രവാചകന്മാർക്കും 4 വലിയ പ്രവാചകന്മാർക്കും ദൈവം ഭാഗമായി വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അല്ലേ? ആ ഇപ്പോഴല്ല, ഏതാണ്ട് വർഷങ്ങൾക്ക്, യേശുവിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പോലും അവന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ രാജാവാകുമെന്നുള്ളത്. അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? 7ാമത്തെ കാഹളം ഊതുമ്പോൾ എന്തോ ഒരു മർമ്മം പറയുന്നു. 7ാമത്തെ കാഹളം ഊതുമ്പോൾ ഈ ഭൂമി ഈ കാലത്ത് ദൈവത്തിന്റെ മർമ്മം നിവർത്തിയാകും. എന്തേ മൗനം? വീണ്ടും മൗനം. ഈ 7ാമത്തെ കാഹളം ഊതുമ്പോൾ ഈ ഒരു മർമ്മം വെളിവാവും. ഈ ഭൂമിയിൽ വെളിവായി വരും, മറ നീക്കി വരും. എന്താണ് ആ മറ നീക്കി വരാൻ പോകുന്നത്? അത് മറ്റൊന്നുമല്ല, വെളിപ്പാട് 11:15 പറയുന്നു, 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അതാണ് മർമ്മം. ക്ലിയറാണോ? അതാണ് മർമ്മം. എന്താ മർമ്മം? 7ാമത്തെ കാഹളം ഊതുമ്പോൾ ഹല്ലേലൂയ, ലോകരാജ്യത്വം, ഈ ഭൂമിയെ ഭരിക്കുവാൻ സ്വർഗസ്ഥനായവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മൾ പ്രിയം വെച്ച് കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവ്. ഇതകത്തെ കയറിയിട്ടില്ല. ഓക്കെ, അതാണ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഈ 7ാമത്തെ കാഹളം ഊതാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിമിഷങ്ങൾ. ഹല്ലേലൂയ. അതിനു മുമ്പെങ്കിലും ഇതൊന്ന് വെളിപ്പാടായി ഒന്ന് ഹൃദയത്തിൽ കയറിക്കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ രാപകലിക്ക് ഈ ഉപവാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് കയറിക്കിട്ടാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളിലേക്ക് എന്തെങ്കിലും കയറ്റി വിട്ടാൽ നമ്മൾ അങ്ങോട്ട് താഴേക്ക് പോയി കളയും. ഓക്കെ, നമ്മൾ ഒട്ടനവധി കാര്യം പറഞ്ഞതാ. 7ാമത്തെ കാഹളം ഊതിക്കഴിയുമ്പോൾ സർവശക്തനായ നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു അല്ലേ?
നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാണ്ട് കല്യാണം വന്നുവല്ലോ. നമ്മുടെ കർത്താവ് രാജ്യത്വം, 7ാമത്തെ കാഹളം ഊതുമ്പോൾ രാജ്യത്വം ഏറ്റിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. ഒരു ഉപമയിലൂടെ ദൈവം അത് പഠിപ്പിച്ചായിരുന്നു നമ്മുടെ കർത്താവ്, അല്ലേ? അവൻ ഒരു കുലീനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരയാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് 10 റാത്തൽ വെള്ളി കൊടുത്തു, നിങ്ങൾ പോയി അത് വ്യാപാരം ചെയ്യുവാൻ. ആ കുലീനായ മനുഷ്യൻ മടങ്ങി വന്ന് രാജ്യത്വം പ്രാപിച്ചു. അവരുടെ ദാസന്മാരെ വിളിച്ച് പറഞ്ഞതുപോലെ ചെയ്തവർക്ക് 5 പട്ടണത്തിനും 10 പട്ടണത്തിനും അധികാരിയാക്കി അവൻ നിയമിക്കുന്നത് കാണാൻ കഴിയും. ആരാ കുലീനായ മനുഷ്യൻ? നമ്മുടെ കർത്താവ്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി പോയിരിക്കുകയാ. വന്നിട്ടില്ല. വന്നോ? വന്നിട്ടില്ല. നമ്മുടെ കർത്താവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ പോയിരിക്കുകയാ. പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ വെള്ളിക്കാശിട്ടുണ്ട്, ഓരോ താലന്തുകൾ നൽകിയിട്ടുണ്ട്. ചെറുതും വലുതുമായി ഇഷ്ടം പോലെ താലന്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. അവൻ വരുമ്പോൾ വ്യാപാരം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തുവെങ്കിൽ നമ്മളെ 5 പട്ടണത്തിനും 10 പട്ടണത്തിനും അധികാരിയാക്കി അവനോടുകൂടെ ഈ ഭൂമിയിൽ 1000 വർഷം അവനോടുകൂടെ നമ്മളും വാഴാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവൻ രാജാതി രാജാവും നാം രാജാക്കന്മാരുമായി 1000 ആണ്ട് വാഴാൻ പോകുകയാണ്. എൻ്റെ കർത്താവേ, കൃപ കൊടുക്കപ്പാ. ഹല്ലേലൂയ. നമ്മൾ അതിനെക്കുറിച്ച് ഒട്ടനവധി കാര്യം പഠിച്ചതാണ്. ഞാൻ വിടുകയാണ്. എങ്ങനെയാണ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്നത്? ഏത് കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്, അല്ലേ? ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാൻ കഴിയും. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കുന്നവന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചിരിക്കുക. നമ്മുടെ കർത്താവ് രാജ്യത്വം പ്രാപിച്ചിരിക്കുക. എന്നിട്ട് പറയുക, അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത ആധിപത്യവും നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. 18-ാം വാക്യം. എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ ആരാത്? ഇത് ഒരു ഉറപ്പില്ല. ഇത് കുഞ്ഞുങ്ങൾ ഉറക്കണ പോലെ ആയിപ്പോയല്ലോ. ആരാ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ? ഹാനോക്ക്, പ്രവാചകനായ ഹാനോക്ക് യൂദയുടെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക, 1000 വിശുദ്ധന്മാരുമായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. വല്ലപ്പോഴൊക്കെ സ്വപ്നം കാണുന്നേ, വീടും കാറൊക്കെ കാണുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഇറങ്ങി വരുന്നെന്ന് കാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. പ്രവാചകനായ ഹാനോക്ക് ആത്മാവിൽ എഴുതി വെച്ചിരിക്കുക യൂദയുടെ ലേഖനത്തിൽ, നമ്മുടെ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി നമ്മളുമായിട്ട് ഇറങ്ങി വന്ന് ഭൂമിയെ ഭരിക്കാൻ വരുന്നു. ഇത് കെട്ടുകഥയല്ല. ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഗ്രഹിക്കുന്നുണ്ട്. ഇതകത്ത് കയറില്ലേ സഹോദരങ്ങളെ? വല്ലാതെ കഷ്ടമായി പോകും നമ്മളൊക്കെ. അതുകൊണ്ട് തൊട്ടുമോളി 14-ാം വാക്യം പറയുക, നമ്മുടെ കർത്താവ് നിത്യരാജ്യത്വം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ കൂടെ അവൻ്റെ വിശുദ്ധന്മാരായ ഞാനും നിങ്ങളും. എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും നിത്യമായി എന്നേക്കുമുള്ളത്. 1000 ആണ്ട് അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്നുള്ളത് ഇവിടെ അല്പമായി പറയുക. നമ്മുടെ രാജ്യത്വം എന്നേക്കുമുള്ളതാ, സദാകാലത്തേക്കുമുള്ളതാ. അത് ആരും എടുത്തോണ്ട് പോകുന്നതല്ല അത്. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ചകൾ ആരംഭിക്കാൻ പോകുകയാണ്. വേണോ? ഹല്ലേലൂയ. എങ്കിൽ വളരെ ശ്രദ്ധയോടെ ബൈബിൾ ക്ലാസ്സിന് കടന്നു വരിക. നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ മീറ്റിനും കടന്നു വരിക. ഇവിടെ ലോകകാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഒരുവനെ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയാ ചെയ്യുന്നത്. അവൻ്റെ ഇരിപ്പിടം ഉറപ്പിക്കുകയാ, അവൻ്റെ നിത്യജീവനെ ഉറപ്പിക്കുകയാ. ഇവിടെ ലോകകാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അത് കിട്ടും, ഇത് കിട്ടും, ഒന്നുമില്ല. ഹല്ലേലൂയ. അതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടാ നിങ്ങളെ ദൈവം വിളിച്ചത്. പിന്നെ ഞാൻ ഈ പൊട്ടത്തരം പറഞ്ഞ് നിങ്ങളെ ബോധം കെടുത്താൻ വേണമെങ്കിൽ അങ്ങനെ കെടുത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ ലോകത്തിൽ ഇഷ്ടം പോലെയുണ്ട് ബോധം കെടുത്തുന്ന ആൾക്കാർ. വേദപുസ്തകത്തിൽ നമുക്ക് നൽകിയിട്ട ജീവനും ഭക്തിക്കും ആവശ്യമായൊക്കെ നൽകിയിട്ട ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഇനി അന്വേഷിക്കുന്ന ഈ ജാതികളാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവം നമ്മളെ വിളിച്ചത് നമ്മുടെ സിംഹാസനം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവൻ ആരെന്നുള്ള വെളിപ്പാടും
അവൻ്റെ പരിജ്ഞാനത്തിൽ നാം വളർന്നു വരുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു രാജാവായി ഭൂമിയെ വാഴുമെന്നുള്ളത് സത്യമായ കാര്യമാണ്. ഹല്ലേലൂയ. 2, അവൻ എവിടെ രാജാവാകുന്നുവോ അവനോടുകൂടെ ഞാനുണ്ടായിരിക്കും. കാരണം അവൻ്റെ രക്തത്തിൽ പിറന്ന മകനാണ് ഞാൻ, നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എന്നാൽ അത്യുന്നതനായ എൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. എങ്ങനെയാണ് കർത്താവും നമ്മളും രാജാക്കന്മാരായി ഈ ഭൂമിയിൽ വാഴാൻ പോകുന്നത്? എപ്പോഴാണ് വാഴാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു? ഈ സെയിം അധ്യായം ദാനിയേൽ പ്രവാചകനായ ദാനിയേൽ 7-ാം അധ്യായത്തിൽ മനോഹരമായ പിക്ചർ വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഒന്നിനോടൊന്ന് ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഒരു പ്രാവശ്യം പണ്ട് ഞാൻ അല്പമായി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, വീണ്ടും അല്പമായി നിങ്ങളോട് വീണ്ടും സംസാരിക്കാൻ പോകുക. എത്ര പഠിച്ചാലും നമുക്കത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 7-ാം അധ്യായം വിശാലമായി പഠിച്ചു വരുമ്പോൾ വാക്യം 27 നമ്മളിപ്പോൾ വായിച്ചത്, അല്ല, വാക്യം 27. പിന്നെ രാജ്യത്വം ആധിപത്യവും ആകാശത്തിന് കീഴെ എല്ലാവിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന്. ആരാവർ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെ കല്ലെറിഞ്ഞ് കൊന്നാലും കുഴപ്പമില്ല. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും, സകല ആധിപത്യങ്ങളും അവനെ അനുസരിക്കും. എന്നിട്ടാണ് 28-ാം വാക്യം പറയുന്നത്. നിങ്ങളുടെ ബൈബിളൊക്കെ വരയിട്ട് പഠിച്ചു. ബൈബിളിൽ വരയിടുന്നത് പാപമൊന്നുമല്ല. 22-ാം വാക്യം പറയുന്നു, ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ഈ ഭൂമിക്കകത്ത് ദൈവത്തിനൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഫാദേഴ്സ് ബിസിനസ് എന്ന് ലൂക്കോസ് 2:47 പറയുന്നു. പിതാവിന്റെ ബിസിനസ്. 7000 വർഷം മാത്രം ആയുസ്സുള്ള ഈ ഭൂമിക്കകത്ത് ദൈവത്തിന് ബിസിനസ് നടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി എന്ന് ദാനിയേൽ എഴുതി വെച്ചിരിക്കുക. എങ്ങനെയാണ് ഇത് സമാപിക്കാൻ പോകുന്നത്? യേശു രാജാവായി ഭൂമിയെ വാഴുന്നതും അവനോടുകൂടി രാജാക്കന്മാരായി രാജാതിരാജാവായ ക്രിസ്തുവിനോടുകൂടി നമ്മൾ എങ്ങനെയാണ് വാഴാൻ പോകുന്നത്? അതിന് ദാനിയേലായി പ്രവാചകൻ ചിട്ടയായി വളരെ എന്താ പറയുക കോർത്തിണക്കി വെച്ചിരിക്കുന്ന ഒരു പഠനം നമുക്കിവിടെ പഠിക്കാൻ കഴിയും. ഈ 7-ാം അധ്യായം മുഴുവനും. ഹല്ലേലൂയ. പഠിക്കാൻ സമയമില്ല, ഇതിനെക്കുറിച്ച് മുഴുവനും അറിയാൻ നമുക്ക് സമയമില്ല. എന്നാലും പിക്ചറിട്ട് അല്പം മാത്രം നിങ്ങളോട് സംസാരിക്കും, അല്ലേ? ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും പണ്ട് പഠിച്ചിട്ടുണ്ട്, അത് ഓടിച്ചു വിടുകയാണ്. അവിടെ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലേ? അതിൽ 3 പ്രാവശ്യമായി 3 ഗഡുക്കളായി, അല്ലെ? അങ്ങനെ നല്ല വാക്ക്. 3 ഗഡുക്കളായി നമുക്കതിനെ പിരിച്ചു പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഓക്കെ, അതും നമ്മൾ പഠിച്ച് വിട്ടേക്കാം. 3 ഗഡുക്കളായി നമുക്ക് 3 കാലഘട്ടങ്ങളായി നമുക്കതിനെ പഠിക്കാൻ കഴിയും. ഒന്ന്, അർത്ഥയിഷ്ട രാജാവ് കൽപ്പന പുറപ്പെട്ടത് മുതൽ 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചവട്ടം എത്ര വർഷമാ? 7 വർഷം. അപ്പോൾ 7 ആഴ്ചവട്ടം അല്ലെങ്കിൽ 49 വർഷം ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് 2, യേശുവിൻ്റെ ക്രൂശ് മരണം വരെ മനോഹരമായി പഠിപ്പിക്കുന്ന 62 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 434 വർഷം. അത് 2ാമത്തെ പാർട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 3ാമത് ഒരു വർഷം ബാക്കി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആഴ്ചവട്ടം. ആ ഒരാഴ്ചവട്ടം സഭയുടെ ഉൽപ്രാപനത്തിനു ശേഷം, നമ്മുടെ അല്ല, വിശുദ്ധന്മാരുടെ, പറയണില്ലെന്നാണ് നമ്മുടെയാണത്, എൻ്റെ എന്ന് പറയുന്നില്ല. നോക്കേ, നമ്മുടെ ഉൽപ്രാപത്തിനു ശേഷം അവിടെ ഒരു ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷം ഈ ഭൂമി സംഭവിക്കാൻ പോകുന്ന, അങ്ങനെ 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കൂട്ടമാണ് അവിടെ നമുക്ക് ദാനിയേൽ 7-ാം അധ്യായത്തിലൊക്കെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. 9-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങളുടെ സമാപ്തി ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. 7 ആഴ്ചവട്ടം 49 വർഷം അർത്ഥയിഷ്ട രാജാവ് യെരൂശലേമിന്റെ ആലയത്തിലെ കിടങ്ങും വീതിയും മതിലും ചുറ്റുമതിലും പണിയുന്ന സമയമാണ്. അതിനുശേഷം 69 അല്ലെങ്കിൽ 434 വർഷം അവിടെ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. അതിനുശേഷം കൃപായുഗം ആരംഭിക്കുക. ഒറ്റവാക്കിൽ പറഞ്ഞു വിടുക, കൃപായുഗം ആരംഭിക്കുക. ബാക്കി ഒരാഴ്ചവട്ടം ഇന്നും ബാക്കി കിടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ ആഴ്ചവട്ടം കൂടി കഴിയുമ്പോൾ സ്വർഗസ്ഥനായവൻ, സിയോണിൽ രാജാവായവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരും.
ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ഇരുപുറവും ഒട്ടനവധി വിശുദ്ധന്മാരും കൂടെ ഉണ്ടാകും. അത് മറ്റൊന്നിനുമല്ല, ഈ ഭൂമിയെ വാഴുവാൻ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവവും ദൈവത്തിൻ്റെ മക്കളും ഇറങ്ങി വരികയാണ്. അപ്പോൾ ശരിയാണ് നിങ്ങൾക്ക്? ഹല്ലേലൂയ. അങ്ങനെ 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ദാനിയേൽ 9:25 പറയുന്നു, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം ഒരു ഗ്രൂപ്പ്, 62 ആഴ്ചവട്ടം യേശുക്രിസ്തുവിന്റെ ക്രൂശ് വരം വരെയുള്ള 2 ഗ്രൂപ്പുകളെ. അതുകൊണ്ട് അതിനെ വീതിയും കിടകുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഒരു ഗ്രൂപ്പ് പറയുക. രണ്ടാമത് 9:26 ഓടിച്ചു വിടുകയാണ് കേട്ടോ. 9:26 പറയുന്നു, 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഛേദിക്കപ്പെട്ടോ? ഛേദിക്കപ്പെട്ടോ? ഇല്ല. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടോ? ഉറപ്പില്ല നമുക്ക്. ഛേദിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ മരണം വരെ ബാക്കിയുള്ള 62 ആഴ്ചവട്ടം അല്ലെങ്കിൽ 434 വർഷവും കഴിയുന്ന ദിവസം കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവ് മരിച്ചു. ഇതൊക്കെ പ്രവാചകന്മാർ ദൈവാത്മാവിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരു സെക്കൻഡിന് പോലും മാറ്റമില്ലാതെയാണ്. യേശുവിന്റെ ക്രൂശ് മരണം എപ്പോഴാണെന്നൊക്കെ പ്രവാചകന്മാർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതൊക്കെ കൃത്യമായി സംഭവിച്ചതാണ്. ഇന്നത്തെ ഈ എന്താ പറയുക, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ആ പരിപാടിയല്ലേ ഈ പുസ്തകം. ഈ ബൈബിൾ ദൈവാത്മാവ് പ്രേരിതമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവാചകന്മാർ എഴുതി വെച്ചത് അത് സംഭവിക്കുന്ന കാര്യമാണ്. മറ്റു മതഗ്രന്ഥങ്ങളെ പോലെയുള്ള കെട്ടുകഥയല്ല ഇത്. ഇത് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കുന്നതാണ്. ഇവിടെ യേശു വന്ന് കാൽവരി ക്രൂശിൽ മരിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചത് ആ 62 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. സംഭവിച്ചോ? എങ്കിൽ വിശ്വസി സഹോദരങ്ങളെ, ഇതും സംഭവിക്കും. ഇനി ബാക്കി ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുക. ആദ്യത്തെ 7 ആഴ്ചവട്ടം 49 വർഷം യെരൂശലേമിലെ തെരുവീതികൾ അല്ലെങ്കിൽ ചുറ്റുമതിലും കിടങ്ങൊക്കെ പണിയുവാൻ സമയമെടുത്തു. അതിനുശേഷം 62 ആഴ്ചവട്ടം അല്ലെങ്കിൽ 434 വർഷം യേശുവിന്റെ ക്രൂശ് മരണം വരെ സമയമെടുത്തു. കൃത്യ സമയം കണക്കൂട്ടി നോക്കിക്കോ. കൃത്യം ആ വർഷം അവസാനിക്കുമ്പോൾ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. എത്ര അത്ഭുതമാണെന്നറിയാമോ? നമ്മുടെ കയ്യിരിക്കുന്ന പുസ്തകം ഒരു മനുഷ്യന് ചിന്തക്കപ്പുറമാണതൊക്കെ. പ്രവാചകന്മാരുടെ വാക്കുകളൊക്കെ ഹരിച്ചും ഗുണിച്ചും പഠിച്ചാൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുക. ഇന്ന് കാണുന്ന എല്ലാവിധ ഈ ലോകത്ത് കണ്ട എല്ലാ ചരിത്രങ്ങളും ഈ ചരിത്ര ഈ ബൈബിളിലെ ഓരോ എഴുത്തുകളും ചരിത്രത്തിൽ സംഭവിച്ചതാണ്. ഹല്ലേലൂയ. ഓക്കെ, വിടുകയാണ്. ബാക്കി ഇനി ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുക. 9:27 അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ വിസ്തൃതിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം കഠിനമാക്കും. ഇനി ബാക്കി ഒരാഴ്ചവട്ടം എത്ര വർഷമാ? 7 വർഷം. 7 വർഷം ഇനി അല്ലെങ്കിൽ ഒരാഴ്ചവട്ടം ഇനി ബാക്കി ദൈവത്തിന്റെ കണ്ണിൽ ബാക്കി കിടക്കുകയാണ്. അത് സംഭവിക്കാൻ പോകുകയാണ്. എന്ന് അവന്റെ വിശുദ്ധ മണവാട്ടിയെ ഇവിടുന്ന് ചേർത്തുകൊണ്ട് പോകുമോ അന്ന് മുതൽ ഈ ഭൂമിയെ ഭരിക്കുവാൻ ഒരു മനുഷ്യൻ വരികയാ. എതിർ ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞ അന്തിക്രിസ്തു. ഹല്ലേലൂയ. അവനെ ഒരാഴ്ചവട്ടം കൃത്യമായിട്ട് ഒരു 7 വർഷം അവൻ ഈ ഭൂമിയെ ഭരിക്കും. അങ്ങനെ ഈ ഭൂമിയുടെ കാലം കഴിയുമ്പോൾ, ഒരു ഏജ് കഴിയുമ്പോൾ സ്വർഗസ്ഥനായ ഭൂമിയിൽ വന്ന് അവൻ്റെ രാജ്യത്വം സ്ഥാപിക്കുമെന്ന് ബൈബിൾ അടിവരായിട്ട് പഠിപ്പിക്കുക. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? പോരാ. നമ്മുടെ ഹല്ലേലൂയയുടെ ഒന്നും അകത്ത് കയറിയത് ഹല്ലേലൂയ അല്ല കേട്ടത്. അത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരാഴ്ചവട്ടം 7 വർഷം അവൻ്റെ അത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ കർത്താവ് ഭൂമിയെ വാഴുവാൻ വരുന്നത്. അപ്പോഴാണ് അവനോടുകൂടെ നമ്മളും ഈ ഭൂമിയെ വാഴുവാൻ വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ നല്ലൊരു ശതമാനം വിശ്വാസിയുടെ ഹൃദയത്തിൽ മുഴുവനും യേശു നമുക്ക് സൗഖ്യമാക്കുന്ന ദൈവം യഹോവയാണ് അല്ലേ? നമ്മുടെ കണ്ണീര് കാണുമ്പോൾ കരയുമ്പോൾ കൂടെ കരയുന്ന ദൈവം, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്ന ദൈവം ഇല്ലേ? പാപം ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്ന കർത്താവ്. ഇത് ബൈബിളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റെന്തൊക്കെയാണ്?
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. എന്തുമാകട്ടെ, ഞാൻ വിടുകയാണ്. ഇനി അല്പം നമുക്ക് അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അല്പമായിട്ട്, ഞാൻ ഒരുപാട് ആഴത്തിലേക്കൊന്നും പോകുന്നില്ല, അല്പമായി ചിന്തിച്ചു പോകുകയാണ്. നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെന്താ പഠിക്കുന്നത്? നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്താ? എൻ്റെ കിരീടധാരണ ദിവസം. മറന്നുപോയെന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതിൽ നോക്കി, നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ സ്വപ്നം ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ കൽദയരുടെ പ്രവാചകന്മാർ, അവിടുത്തെ കൈനോട്ടക്കാർ അല്ലേ, അവരൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടും ഒരിക്കൽ പോലും അത് വ്യാഖ്യാനിക്കുവാനോ ആ സ്വപ്നം എന്താണെന്ന് പോലും അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കാരണം സ്വപ്നവും പറയണം, രാജാവ് കണ്ട സ്വപ്നവും പറയണം, ആ സ്വപ്നം എന്താണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അങ്ങനെയൊന്നും ചരിത്രത്തിൽ ഒരു മനുഷ്യന് കഴിയൂ? ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയണം. പറ്റൂ നിങ്ങൾക്ക്? ഇല്ല. ആ സ്വപ്നം നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് എന്താണെന്ന് വ്യാഖ്യാനിച്ചും പറയണം. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, അത് പറയാത്തവരെ വെട്ടിക്കൊന്നുകളയും. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവപുരുഷൻ ജയിലിൽ കിടക്കുന്നു എന്ന് അറിഞ്ഞ് അവനെ വരുത്തുന്നത്. അത് വേറെ ആരുമല്ല, പ്രവാചകനായ ദാനിയേലാണ്. ദാനിയേൽ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനാൽ രാജാവെ, നീകളുടെ സ്വപ്നം മാത്രമല്ല, അത് വ്യാഖ്യാനിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആണല്ലോ, നമുക്ക് എല്ലാവർക്കും ഹിസ്റ്ററി അറിയാം. അങ്ങനെ ആ ബിംബത്തെക്കുറിച്ച് മനോഹരമായ വെളിപ്പാടുകൾ ഒരു ദൈവപുരുഷന്റെ കണ്ണിലും ഒരു ജാതീയ രാജാവായ നെബൂഖദ്നേസറിന്റെ കണ്ണിലൂടെ 2 ആംഗിളിൽ വീക്ഷിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. എന്നുമാകട്ടെ, ദാനിയേൽ രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയും വിശേഷശോഭയുള്ളതുമായ, അല്ലെ, ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായി. അങ്ങനെ കാണുകയാണ്. നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ മഹാബിംബത്തെ കുറിച്ച് ആ സ്വപ്നം ദാനിയേൽ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് എന്തൊക്കെയാണെന്ന് ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുക. ഞാൻ ഈ ക്ലാസ് ആഴമായി എടുക്കാൻ വേണ്ടിയല്ല, ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്ലാസ് നമുക്കുണ്ട്. ഇത് അല്പമായി നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി മാത്രം പറയുക, നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ മാത്രം. ഹല്ലേലൂയ. അങ്ങനെ ദാനിയേൽ ആ രാജാവ് കണ്ട സ്വപ്നത്തിൽ കണ്ട ബിംബത്തെ മുറിച്ച് പഠിപ്പിക്കുക. ആ ബിംബത്തെ ഇങ്ങനെ 2, 4, 5, 6 ഗ്രൂപ്പുകളായി ആ ദാനിയേൽ അതിനെ മുറിച്ച് പഠിപ്പിക്കുക. അങ്ങനെ ദാനിയേൽ പറയുക, ഈ ഓരോരോ ഭാഗങ്ങളും ഓരോ രാജാക്കന്മാർ ഭൂമിയിൽ ഭരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ദാനിയേൽ പ്രവാചകൻ. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇനി അതിൽ 1-ാമത്തെ കിങ്ഡം ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. അതുവരെ ഈ ലോകത്തിൽ ഭരിച്ചിരുന്നത് ഇസ്രായേൽ മക്കൾ ആയിരുന്നു. യഹൂദന്മാരും ഇസ്രായേൽ രാജാക്കന്മാരുമായിരുന്നു ഭൂമിയെ ഭരിച്ചിരുന്നത്. പക്ഷേ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം നിവർത്തിക്കാതെ പാപത്തിന്റെ വഴിയെ പോയപ്പോൾ, ഇസ്രായേൽ മക്കൾ പോയപ്പോൾ, ആ രാജഭരണം, ഭൂമിയെ വാഴുവാനുള്ള ഭരണം ദൈവം അവരുടെ മേൽ നിന്ന് പറിച്ചെടുത്തിട്ട് ജാതീയ മക്കൾക്ക് കൊടുത്തു. വളരെ മനസ്സിലാവുന്നുണ്ടോ? ഈ നെബൂഖദ്നേസർ രാജാവിന്റെ 1-ാമത്തെ ബാബിലോൺ സാമ്രാജ്യം, ഫസ്റ്റ് കിങ്ഡം ബാബിലോൺ സാമ്രാജ്യമാണ്. ഈ ഭൂമിയെ ആദ്യമായി ഭരിച്ച ഒരു രാജാവ്, ജാതീയ രാജാവ് ഈ നെബൂഖദ്നേസർ രാജാവായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അന്ന് മുതൽ ഇന്ന് വരെ ഭൂമിയെ ഭരിക്കുന്നത് ജാതീയ മക്കളാണ്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ കാലഘട്ടം മുതൽ, ഇതിനു മുമ്പ് അസൂറിയ ഉണ്ട്, അത് വേറെ കാര്യം, നിൽക്കട്ടെ, ഞാൻ വിടുക. നോക്കിയേ, ഈ നെബൂഖദ്നേസർ രാജാവിന്റെ ബാബിലോൺ സാമ്രാജ്യം മുതൽ ഈ ഭൂമിയെ ദൈവം ജാതികൾക്ക് കൈവിട്ടു കൊടുത്തു. അന്ന് മുതൽ ഭൂമിയെ ഭരിക്കുന്നത് ഈ ജാതീയ ലോകമാണ് ഇന്നു വരെ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഭൂമിയെ വാഴുവാൻ, സ്വർഗം ഭൂമിയെ വാഴുവാൻ, ദൈവം ഭൂമിയെ വാഴുവാൻ വരാൻ പോകുകയാണ്. അതാണ് നമ്മുടെ ചിന്താവിഷയം. ആണല്ലോ? അപ്പോൾ 1-ാമത് ദാനിയേൽ പ്രവാചകൻ വിവരിച്ചു കൊടുക്കുന്നത് ഓരോ ഗ്രൂപ്പായി വിവരിച്ചു കൊടുക്കുക. 1, ബാബിലോൺ സാമ്രാജ്യം ഭരിക്കാൻ പോകുന്നു. അത് രാജാവേ, നീയാകുന്നു തല കൊണ്ട്, തങ്കം കൊണ്ടുള്ള തല, അത് നിന്നെ കാണിക്കുന്നു എന്ന് നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് പഠിപ്പിക്കുക. 2-ാമത് ആ രാജഭരണം ചില വർഷങ്ങൾ കഴിയുമ്പോൾ അത് തകർന്നു പോകുമെന്നും വീണ്ടും വേറൊരു രാജഭരണം, വേറൊരു സിംഹാസനം, മേദ്യ പേർഷ്യ എന്ന് പറയുന്ന ഒരു രാജഭരണം ഭൂമിയിൽ വന്ന് വാഴുമെന്നും 2-ാമത്തെ ഒരു കിങ്ഡം ആയിരിക്കുമെന്ന് അവിടെ ബൈബിൾ പഠിപ്പിക്കുക. പ്രവാചകനായ ദാനിയേൽ, എന്നോട് ഉണ്ടോ നിങ്ങൾ? തീർക്കാനുള്ള തന്ത്രപ്പാടിലെ ഞാൻ തൊണ്ടയും സമ്മതിക്കുന്നില്ല,
ഓക്കെ, എന്തുമാകട്ടെ. അതിനുശേഷം മൂന്നാമത് ഇവിടെ കളം കഴിയും കിങ്ഡം ഓഫ് ഗ്രീസ്. മൂന്നാമത് ഈ മേദ്യ പേർഷ്യയുടെ കാലം കഴിയുമ്പോൾ ഭൂമിയെ അവരെ മാറ്റി, മേദ്യ പേർഷ്യയെ മാറ്റിയിട്ട് ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം ഈ ഭൂമിയെ വാഴുമെന്നൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ആണല്ലോ. അതിനുശേഷം റോമാ സാമ്രാജ്യം, യേശുവിൻ്റെ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം വരുമെന്നൊക്കെ വേദപുസ്തകം അടിവരയിട്ട് എഴുതി വെച്ചിരിക്കുക. അതാണ് ഈ ഇരുമ്പ് കൊണ്ടുള്ള കിങ്ഡം എന്ന് പറയുന്നത്. അത് റോമാ സാമ്രാജ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ റോമാ സാമ്രാജ്യത്തെ വേണമെങ്കിൽ രണ്ടാമതിടാമായിരുന്നു ദൈവത്തിന്, അല്ലേ? മേദ്യ പേർഷ്യയ്ക്ക് പകരം റോമാ സാമ്രാജ്യത്തെ വേണമെങ്കിൽ ദൈവത്തിന് ഇടാമായിരുന്നു. പക്ഷെ ദൈവം ഈ കർത്താവ് ഇട്ടില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു ശിക്ഷാവിധിയായിരുന്നു. ക്രൂശ് മരണം റോമാ സാമ്രാജ്യത്തിന് മാത്രമുള്ള ഒരു ശിക്ഷാവിധിയായിരുന്നു. ഗ്രഹിച്ചോ നിങ്ങൾ? അത്രമാത്രം കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ഓരോ ദിവസത്തെ പ്രൊജക്റ്റ് നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം യേശു കാൽവരി ക്രൂശിൽ മരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നെങ്കിൽ വേറെ ഗ്രീക്ക് ഭരണം സംഭവിച്ചാൽ അത് സംഭവിക്കത്തില്ല. മേദ്യ പേർഷ്യ വന്നാൽ ഒരുപക്ഷെ യേശുവിനെ വേണ്ടി വെട്ടിക്കൊല്ലുമായിരിക്കും. ശിക്ഷാവിധി അങ്ങനെയാണ്. പക്ഷെ യേശുവിനെ കാൽവരി ക്രൂശിൽ കള്ളന്മാർ തമ്മിൽ ക്രൂശിക്കണമെന്നുള്ളത് യഹോവയായ ദൈവം തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് റോമാ സാമ്രാജ്യത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നാലാമത് ആ ഗ്രൂപ്പിനെ, ആ കിങ്ഡത്തെ നാലാമായി കർത്താവ് വിട്ടു. ഇതൊക്കെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഈസ്റ്റേൺ റോമ എന്നും വെസ്റ്റേൺ റോമ എന്നും പറഞ്ഞ് രണ്ടായി ചിത്രീകരിച്ചു പോയി. ഇപ്പോൾ യൂറോപ്പിൽ കാണുന്ന എത്രയോ എന്താ പറയുക യൂറോപ്യൻ കൺട്രീസ് അതെല്ലാം വന്നത് ഈ റോമാ സാമ്രാജ്യം ശിഥിലീകരിച്ചു പോയ ശേഷമാണ്. ആണോ? ഹല്ലേലൂയ. ഓക്കെ, അങ്ങനെ ആറാമത്തെ കിങ്ഡം വരും. അത് വേറെ ഒന്നുമല്ല, ഡെമോക്രസിയ. ഇന്ന് കാണുന്ന കോൺഗ്രസ് കയറുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കാലെ പിടിച്ച് വലിച്ചിടും, കമ്മ്യൂണിസ്റ്റ് കയറുമ്പോൾ കോൺഗ്രസ്സുകാരെ കാലെ പിടിച്ച് വലിച്ചിടും. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. ചേരാത്ത ഇരുമ്പും കളിമണ്ണും ചേരാത്ത, നമ്മൾ ഇതിനെക്കുറിച്ച് ആഴമായി എപ്പോഴെങ്കിലും കർത്താവ് അനുവദിച്ചാൽ ദാനിയേൽ പ്രവചന പുസ്തകം തന്നെ നമ്മൾ ആഴമായി പഠിക്കും. നമ്മൾ ഇന്ന് ചരിത്രത്തിൽ കണ്ട ഓരോരോ സംഭവങ്ങളും നമ്മുടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. എന്തുമാകട്ടെ, ഇന്ന് ഇരുമ്പും കളിമണ്ണും ചേരാത്തതുപോലെയുള്ള ഒരു രാജഭരണമാണ്, അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയാണ് ഇന്ന് ലോകത്തിലുള്ളത്. ആരെങ്കിലും ഒരാൾ കയറിയാൽ താഴെ പിടിച്ച് താഴെ ഇടും, അല്ലേ? ഓക്കെ. ഇപ്പൊ ഇന്ന് നമ്മൾ പിണറായി വിജയൻ സർക്കാർ ശരിയല്ലെന്ന് പറഞ്ഞ് നമ്മളടക്കം പറയാറുണ്ട്, അറിയാതെ അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കതിനെ പറയാൻ അനുവാദമില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അകത്ത് പഴയ രാഷ്ട്രീയം കയറുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, ശരിയല്ലെന്ന് പറഞ്ഞു പോകും. തെറ്റ് നമ്മുടെ മിസ്റ്റേക്കാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഡെമോക്രസിയ, ഇരുമ്പും കളിമണ്ണും ചേരാത്ത ഒരു എന്താ പറയുക ഡെമോക്രസി, ജനാധിപത്യ ഭരണം ഇന്ന് ലോകത്തിൽ നിലനിൽക്കുക. ഇപ്പോൾ നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഇത്രാമത്തെ 1, 2, 3, 4, 5ാമത്തെ ഡെമോക്രസി, അല്ലേ? 5ാമത്തെ കിങ്ഡമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ ഇല്ലയോ? ആണോ? അല്ലേ? ഈ കാലഘട്ടം കഴിയുമ്പോൾ ഇനിയുള്ളത് 10 വിരലുകളുള്ള 2 കാലുകൾ മാത്രമേ ആ ബിംബത്തിനുള്ളൂ. ഹല്ലേലൂയ. അത് വേറൊന്നുമല്ല, 10 രാഷ്ട്രങ്ങൾ ചേർന്ന് 10 രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വന്ന്, അവൻ്റെ പേര് അന്തിക്രിസ്തു, അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന വാക്കില്ല, എന്നാലും പഠിക്കാൻ വേണ്ടി പറയുക, എതിർ ക്രിസ്തു എന്നവൻ, അല്ലേ? അവൻ എഴുന്നേറ്റ് വന്ന് ഭൂമിയെ മുഴുവനും ഭരിക്കും. 262 രാജ്യങ്ങളും ഭരിക്കുമെന്ന് ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുക. എന്ത് കൃത്യമായിട്ടെന്നറിയാമോ? ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ ആ പുസ്തകമൊക്കെ നമുക്ക് വീട്ടിൽ വെച്ചിട്ടിരിക്കാൻ പറ്റുമോ? ഇതുപോലെ കൃത്യമായി ഈ കാക്കാലന്മാർ പ്രവചിക്കുന്ന പോലെ, അല്ലേ? അടുത്ത വർഷം നിനക്കൊരു അനുഗ്രഹം വരാമെന്ന് കാക്കാലത്തിമാർ പ്രവചിക്കൂലേ? ഇത് അങ്ങനത്തെ പുസ്തകമല്ല. ഇത് പറഞ്ഞത് കൃത്യമായി നമ്മുടെ മുമ്പിൽ സംഭവിക്കുക. അതുകൊണ്ട് നെഞ്ചോട് ചേർത്ത പുസ്തകം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട്ട് ഞാൻ വിടുകയാണ്. അങ്ങനെ 10 വിരലുകളുള്ള, കാലിൻ്റെ വിരലുകളുള്ളത് പോലെ തന്നെ 10 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരുവൻ പൊങ്ങി വന്ന് ഭൂമിയെ ഭരിക്കാൻ വരും. അവൻ്റെ പേര് എതിർ ക്രിസ്തു. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയെ
ഒരാഴ്ച വട്ടം എത്ര വർഷമാ? 7 വർഷം ഭൂമിയെ അവൻ ഭരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. മനസ്സിലാവുന്നുണ്ടോ? അവൻ 7 വർഷം ഭരിച്ച അവസാന ദിവസം അത് കുത്തിടുമ്പോൾ ഒരു ദിവസം കൂടത്തുമില്ല, ഒരു ദിവസം കുറയത്തുമില്ല. നമ്മുടെ കർത്താവിന്റെ കണക്കുകളൊക്കെ കൃത്യം കണക്കുകളാണ്. ഹല്ലേലൂയ. ഒരു ഈ മില്ലിമീറ്ററിന്, ഒരു വള്ളിക്കും പുള്ളിക്കും തെറ്റ് സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അവന്റെ 7 വർഷം ഒരാഴ്ച വട്ടം ആ എതിർ ക്രിസ്തുവിന്റെ ഭരണം കഴിയുമ്പോൾ, സ്വർഗസ്ഥനായവൻ 7ാമത്തെ കാഹളം ഊതിക്കഴിയുമ്പോൾ അവനും അവന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അതുവരെ ഭൂമിയെ ഭരിച്ച എല്ലാ ജാതീയ രാജാക്കന്മാരെയും ഡെമോക്രസിയെയും തകർത്ത് കളഞ്ഞിട്ട് എന്നേക്കുമുള്ള ഒരു രാജഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. അതൊരിക്കലും ഒരു രാജാക്കന്മാരും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും തട്ടിപ്പറിച്ചു കളയത്തില്ല. അത് നിത്യമായ രാജ്യത്വമാണ്. അത് യേശു ഭരിക്കാൻ പോകുന്ന രാജ്യത്വമാണ്. അതെപ്പോൾ സംഭവിക്കും? 10 വിരലുകളുള്ളപ്പോൾ ആ 10 വിരലുകൾ എതിർ ക്രിസ്തുവിന്റെ വാഴ്ച അത് ഭൂമിയിൽ 7 വർഷം സംഭവിച്ചു കഴിയുമ്പോൾ 7ാമത്തെ കിങ്ഡമായ യേശുവിന്റെ ദൈവരാജ്യം, ഫസ്റ്റ് കിങ്ഡം ബാബിലോൺ, സെക്കൻഡ് കിങ്ഡം മേദ്യ പേർഷ്യ, 3ാമത് ഗ്രീസ് അല്ലെങ്കിൽ ഗ്രീക്ക്, 4ാമത് റോമ സാമ്രാജ്യം, 5ാമത് ഇപ്പോൾ ആയിരിക്കുന്ന ഡെമോക്രസി, 6ാമത് ഇനി വരാൻ പോകുന്ന അല്ലേ എന്താ പറയുന്നത്, അതിന് കിങ്ഡം ഓഫ് യൂറോപ്യൻ യൂണിയൻ. ഹല്ലേലൂയ. അതിനുശേഷം വചനം ഇങ്ങനെ പറയുന്നു, പർവ്വത്തു നിന്ന് ഒരു കല്ല് കൈ തൊടാതെ പറഞ്ഞു വന്നിട്ട് ജാതീയ ഈ വിഗ്രഹത്തെ, ഈ ഭരണകൂടത്തെ, ജാതീയ മക്കൾ ഭരിച്ച എല്ലാ ഭരണ സംഹിതകളെയും സംവിധാനത്തെയും തകർത്തു കളഞ്ഞിട്ട് ഈ ഭൂമി മുഴുവൻ യേശു രാജാവായി വാഴാൻ വരുന്നു. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. അതൊക്കെ മനസ്സാവുന്നുണ്ട്? ഹല്ലേലൂയ. ഇങ്ങനെയാണ് കാര്യത്തിന്റെ സമാപ്തി. ഞാൻ ഓടിച്ച് ജസ്റ്റ് 5 മിനിറ്റ് ബാക്കിയുണ്ട് നമുക്ക്. ദാനിയേൽ കണ്ട ആ പ്രവാചകന്റെ കണ്ണിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. ഒന്ന്, ബാബിലോൺ സാമ്രാജ്യം. 1ാമത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യമാണ്, ഇല്ലേ? ഭൂമി മുഴുവനും അടക്കി വാണത് ഒരു രാജാവായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചൊക്കെ 2-ാം അധ്യായം 37-38 വാക്യങ്ങളിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ മനോഹരമായി എഴുതി വെച്ചിരിക്കുക. ഞാൻ വിട്ടുപോകുകയാണ് നമ്മുടെ സമയക്കുറവുള്ളത് കൊണ്ട്. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യം അത്രയും വർഷങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണ്, ഇത്രയും വർഷങ്ങൾ ഭരിച്ചു. ഞാൻ അതിന് ഓർമ്മയില്ല, ഇത്രയോ വർഷങ്ങൾ ഭരിച്ചു. അതിനുശേഷം ആ ഭരണ സംവിധാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുക. സംഭവിച്ചു. 2ാമത്തെ കിങ്ഡമായ മേദ്യ പേർഷ്യ. നിങ്ങൾ നോക്കണം, 1ാമത് തങ്കം കൊണ്ടുള്ള തലയ, തങ്കത്തിന് ഭയങ്കര വിലയാ. പിന്നെ അങ്ങോട്ട് താഴേക്ക് കുറഞ്ഞു വരികയാണ്, വില കുറഞ്ഞു വരിക. 2ാമത് എന്നറിയാമോ? സിൽവർ. ഈ മേദ്യ പേർഷ്യ, ഈ മോഹൻലാലിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് മേദ്യ പേർഷ്യ അല്ലേ, അത് തങ്കത്തെക്കാൾ അല്പം താഴ്ന്നു വരികയാ. ഹലോ, ഓക്കെ, ഞാൻ വിട്ടുപോകുക. ഇതുപോലെ ഒട്ടനവധി വചനങ്ങളൊക്കെ വ്യവസ്ഥ പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ വിട്ടുപോകുക. മേദ്യ പേർഷ്യ, ഇറാഖിന്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന കർദികളെ കുറിച്ചാണ് ഈ മേദ്യർ എന്ന് പറയുന്നത്. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുക. അങ്ങനെ ഒരു ഭരണ സംവിധാനം വരുമെന്ന് ബൈബിൾ അടിവരായിട്ട് പഠിപ്പിക്കുക. അത് ചരിത്രത്തിൽ സംഭവിച്ചോ? ഈ പറഞ്ഞതെല്ലാം, ഇതൊക്കെ സംഭവിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ ആത്മാവിൽ എഴുതി വെച്ചതാ. അതൊക്കെ ഹിസ്റ്ററി, ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. ചരിത്രം നോക്കിയിട്ടല്ല ബൈബിളിലുള്ളതേ ചരിത്രത്തിൽ സംഭവിക്കത്തുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ചരിത്രം നോക്കിയിട്ടല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. ബൈബിളിലുള്ളതേ ഈ ലോകത്തിൽ സംഭവിക്കത്തുള്ളൂ, ഈ ചരിത്രത്തിൽ സംഭവിക്കത്തുള്ളൂ. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹിസ്റ്ററി, അതിനർത്ഥം ഹിസ്റ്റോറി. യേശുവിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? കൃത്യമായിട്ട് 3ാമത് സാമ്രാജ്യം വന്നു. ബ്രോൺസ്, തങ്കത്തെക്കാൾ താന്ന് സിൽവറേക്കാൾ താന്ന് ബ്രോൺസ് കുറഞ്ഞു വരികയാ. ഈ ഭൂമിയുടെ വില കുറഞ്ഞു വരികയാ. പണ്ട് പഠിച്ചിട്ടുണ്ട്, പഠിച്ചവർക്കായി സ്തോത്രം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അത് അലക്സാണ്ടർ ചക്രവർത്തിയാ. നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകം മുഴുവനും പിടിച്ചടക്കി 28ാമത്തെ വയസ്സിൽ അല്ലേ, ഒന്നുമില്ലാത്തവനപ്പോൾ 2 കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അത് ചാച്ച പറഞ്ഞുകൊണ്ട് വിട്ടുപോയി. നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ്റെ 4
പടയാളികൾക്ക് അത് വിഭാജിച്ചു കൊടുത്തു എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ഇത് മുഴുവനും നമ്മൾ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. ഞാൻ വിട്ടുപോകുന്നു. നാലാമത്തെ സാമ്രാജ്യം കടന്നു വന്നത് ഏതാണെന്നാണ്? നാലാമത്തെ സാമ്രാജ്യം നാലാമത്തെ സാമ്രാജ്യം റോമ സാമ്രാജ്യമാണ്. അതുപോലും ദൈവം കൃത്യമായി എഴുതിച്ചിരിക്കുക. കാരണം റോമ സാമ്രാജ്യങ്ങൾക്കാണ് ക്രൂശ് മരണമുള്ളത്. യേശു ക്രൂശിൽ മരിക്കണമെന്നുള്ളത് സ്വർഗം നിയമിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. സ്വർഗം എന്തെങ്കിലും നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പോകത്തുള്ളൂ നമ്മൾ. പക്ഷെ അനുഭവിക്കുമ്പോൾ യേശു കാൽവരി ക്രൂശിൽ സന്തോഷത്തോടെ അനുഭവിച്ചതുപോലെ നമ്മൾ സന്തോഷത്തോടെ അനുഭവിക്കും. നമ്മൾ സന്തോഷത്തോടെ അല്ല അനുഭവിക്കുന്നതെങ്കിൽ, പിറുപിറുത്തോണ്ട് അനുഭവിക്കുന്നതെങ്കിൽ ഓർത്താൽ മതി, ഇത് പക്ക ജഡമാണെന്ന്. ഹലോ, പിടുത്തം കിട്ടിയോ? കിട്ടിയവർക്കായി സ്തോത്രം. നാലാമത്തെ സാമ്രാജ്യം റോമ സാമ്രാജ്യമാണ്. അത് ഭൂമിയെ ഭരിക്കുമെന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. വാക്യങ്ങളൊക്കെ നമുക്കതിലുണ്ട്. അതിനുശേഷം ആറാമത്തെ സാമ്രാജ്യം കടന്നു വന്നു. ഏതാണ്? റോമ സാമ്രാജ്യം ചിത്രീകരിച്ചു പോയി. വെസ്റ്റേൺ റോമയെന്നും ഈസ്റ്റേൺ റോമയെന്നും പറഞ്ഞ് രണ്ടായി ചിത്രീകരിച്ചു പോയി. ആ സാമ്രാജ്യത്തിന് ശേഷം വീണ്ടും കളിമണ്ണും, ഈ റോമ സാമ്രാജ്യം ഇരുമ്പ് കൊണ്ടുള്ള ഇരുമ്പ് തുടയ, മർക്കടമുഷ്ടിയ. അവരുടെ ഭരണ സംവിധാനം കടുഘോരമായിരുന്നു. ഹല്ലേലൂയ. അത് തങ്കത്തിൽ നിന്ന് കുറഞ്ഞ് അല്ലേ, സിൽവർ, ബ്രോൺസ്, പിന്നെ ഇരുമ്പായി കുറഞ്ഞു വരികയാണ്. നമ്മൾ സമ്പത്ത് കൂടിക്കൂടി വരികയാണ്. നമുക്ക് പേരും പെരുമയും കൂടിക്കൂടി വരുന്നു. ബൈബിൾ പറയുന്നത് കുറഞ്ഞു വരികയാ. ഈ ഭൂമിയുടെ സകലതും അസ്തമിക്കാൻ പോകുകയാണ്. വിലയില്ലാതാകുന്ന ദിവസം വരാൻ പോകുകയാ ഭൂമിക്ക്. നമ്മൾ സമ്പാദിച്ച സമ്പത്തൊക്കെ തെരുവീതിയിൽ പറന്നു നടക്കാൻ പോകുകയാണ്. നമ്മൾ സമ്പാദിച്ചു വെച്ചിരുന്ന സ്വർണവും ഒക്കെ അതിന് വിലയില്ലാതെ ദിവസം വരികയാ. അത് നമുക്കെതിരെ എഴുന്നേറ്റ് സംസാരിക്കാൻ പോകുകയാണ്. ഹലോ, വചനം ഇങ്ങനെയാ പറയുന്നത്. തങ്കത്തിൽ നിന്ന് നേരെ സിൽവറിലേക്ക് കുറഞ്ഞു വരുന്നു, പിന്നെ ബ്രോൺസിലേക്ക്, പിന്നെ അയേണിലേക്ക്, ഇരുമ്പിലേക്ക് കുറഞ്ഞു വരികയാണ്. വീണ്ടും അഞ്ചാമത്തെ കിങ്ഡം വന്നു, ഡെമോക്രസി. നമ്മളായിരിക്കുന്ന ഡെമോക്രസി എന്ന് പറയുന്ന, ജനാധിപത്യം എന്ന് പറയുന്ന ഭരണ സംവിധാനം നമ്മളിപ്പോൾ അവിടെ ആയിരിക്കുക ആണോ? ഒന്നും മൂളി സഹോദരങ്ങളെ. ഓക്കെ, ഇത് മൂളിയാലും മതി, കുഴപ്പമില്ല. എന്തുമാകട്ടെ, ഡെമോക്രസി ഇന്ന് ഇരുമ്പും കളിമണ്ണും കുറഞ്ഞ് തങ്കത്തിൽ തുടങ്ങിയതാ. തങ്കത്തിന് സിൽവറിലേക്കും ബ്രോൺസിലേക്കും ഇരുമ്പിലേക്കും വന്ന് അവസാനം കളിമണ്ണ്, ഇരുമ്പും കളിമണ്ണും ചേരാത്തതുപോലെ അല്ലേ, നമ്മളെ പോലെ തന്നെയാ, ശരിയാ അല്ലേ? ചേരാത്തതുപോലെ ഒരു ഭരണ സംവിധാനം ഇപ്പോൾ ലോകത്ത് നിലവിലുണ്ട്. അതാണ് ജനാധിപത്യം. ഒരാൾ കയറിയാൽ കാലെ പിടിച്ച് വലിച്ചിടുക. ഹല്ലേലൂയ. ഇത് അവസാനിക്കാൻ പോകുക. അവസാനിക്കുമോ? എത്ര വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാലും, ഞങ്ങൾ ഈ ഭൂമി മുഴുവൻ ഭരിക്കോ, ഇന്ത്യ മുഴുവൻ ഭരിക്കുമെന്ന് പറഞ്ഞാലും, എല്ലാ സ്റ്റേറ്റും ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് പറഞ്ഞാലും, ഒരു ദിവസം ഇതൊക്കെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അത് വേറെ ആർക്കുമല്ല, ആറാമത്തെ കിങ്ഡം വരാൻ പോകുകയാണ്. ആരാ ഈ പുള്ളിക്കാരൻ? ആരാ? എതിർക്രിസ്തു. അവൻ വരുമ്പോൾ 262 രാജ്യത്തെ എല്ലാ പ്രശസ്തിയും മാനവും അവൻ്റെ കാൽ കീഴിലേക്ക് വെക്കും. അതുകൊണ്ട് കൊറോണ വന്നപ്പോൾ നമ്മൾ പഠിച്ചു, കൊറോണയെക്കുറിച്ച് പഠിച്ചപ്പോൾ നാം പഠിച്ചു, കൊറോണയുടെ പിന്നിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, നിങ്ങൾ പറയാതെ ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നില്ല. കർത്താവിന് സ്തോത്രം. ഓക്കെ, കൊറോണയുടെ പിന്നിൽ കൊറോണയെ ദൈവം അനുവദിക്കുമ്പോൾ 2 കാര്യം. ഒന്ന്, വിശ്വാസികളുടെ വിശ്വാസം പരിശോധിച്ചു. കുറേ എണ്ണം മൂട്ടിലെ പൊടി തട്ടി വിശ്വാസം ത്യജിച്ച് ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. വിശ്വാസത്തിൽ അനേക ദൈവദാസന്മാർ എല്ലാം പഴയ സെക്കുലർ ജോലിയിലേക്ക് മടങ്ങിപ്പോയി. 2, 850 കോടി ജനത്തിൻ്റെ എത്ര അല്ലേ, 800 കോടി അധികമുള്ള ജനത്തിൻ്റെ ലോകത്തിലെ 262 രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ഡാറ്റകൾ, മുഴുവൻ വിവരങ്ങൾ, ആധാർ കാർഡിലെ പോലത്തെ മുഴുവൻ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഒരുവന്റെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ, എൻ്റെ അല്ല പേടിക്കണ്ട, ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരിക്കുക. 850 കോടി ജനത്തിൻ്റെയും ഡാറ്റകൾ ഒരു ലാപ്ടോപ്പിൽ ഇരിക്കുക. ഹല്ലേലൂയ. അവൻ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരെയും ഭരിക്കാൻ പോകുന്നു. അവൻ്റെ പേരാ എതിർക്രിസ്തു.
അപ്പൊ അവന്റെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ഹലോ. അപ്പൊ അതുകൊണ്ട് ആറാമത്തെ കിങ്ഡം വരാൻ പോകുന്നത് അത് വേറെ ആരുടെമല്ല, 10 വിരലുകൾ ഉള്ളതുപോലെ 10 രാജാക്കന്മാർ, യൂറോപ്പിലുള്ള ശിഥിലീകരിച്ചു പോയ, അന്നുണ്ടായതും അല്ലേ ശിഥിലീകരിച്ചു പോയതും ഇപ്പോൾ വീണ്ടും വന്നവനായ, പണ്ട് യേശു വരുമ്പോൾ റോമാ സാമ്രാജ്യം വലിയ സാമ്രാജ്യമായിരുന്നു. പക്ഷേ ഇന്ന് അന്ത്യകാലത്ത് യൂറോപ്യൻ യൂണിയൻ ശക്തിപ്പെടുകയാ, മടങ്ങി വരികയാ അവരുടെ ശക്തി. അറിയുന്നവർക്കായി സ്തോത്രം, അല്ലാത്തവരെ വിട്ടുകളയുന്നു. മനസ്സിലാകുന്നുണ്ടോ? യൂറോപ്യൻ യൂണിയൻ ശക്തിപ്പെടുന്നു, റോമാ സാമ്രാജ്യം മടങ്ങി വരുന്നു. ഇന്ന് എല്ലാ മത നേതാക്കന്മാർ, അബുദാബിയിലെ ഷെയ്ഖ്, ഇവിടുത്തെ ഇന്ത്യയിലെ എല്ലാ മത നേതാക്കന്മാരുമെല്ലാം വത്തിക്കാനകത്തുണ്ട്. 7 മലകളുടെ മുകളിലിരിക്കുന്ന വത്തിക്കാനകത്ത് എല്ലാ മത നേതാക്കന്മാരുമുണ്ട്. ഏകലോക മതം വരാൻ പോകുന്നു, ഏകലോക ഗവൺമെന്റ് വരാൻ പോകുന്നു, ദേ ഇവന് വേണ്ടി. ഹല്ലേലൂയ. ഇവന്റെ കാലഘട്ടത്തിന്റെ ഒടുവിലാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്ന സ്വർഗസ്ഥനായവൻ ഭൂമിയെ ഭരിക്കാൻ വരുന്നത്. ഈ ആരവൊന്നും, ഇത് കേട്ടതും ഈ കേട്ടാൽ ഈ ആരവം കൊണ്ട് ഒന്നും ആകത്തില്ല എന്ന് ഞാൻ വിടുകയാണ്. വെളിപ്പാട് 13:1 സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സമുദ്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നർത്ഥം. ജനങ്ങളുടെ ഇടയിൽ നിന്ന് കയറി വന്ന ഒരു മൃഗം, അവന്റെ പേര് എതിർക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു. അതിനെക്കുറിച്ച് ദാനിയേൽ 2-ാം അധ്യായത്തിലൊക്കെ മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് വിടുകയാണ്. അവൻ 7 വർഷം ഭരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച വട്ടം ഭൂമിയെ ഭരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അവൻ്റെ 7 വർഷം കഴിയുമ്പോൾ ഇതുവരെ ജാതീയ രാജാക്കന്മാർ ഭൂമിയെ വാണു. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലം മുതൽ, ബാബിലോൺ സാമ്രാജ്യം മുതൽ, മേദിയ, പേർഷ്യ, ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം, ഇപ്പോൾ ഭരിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന സാമ്രാജ്യം, ഇത് കഴിയുമ്പോൾ വീണ്ടും ജാതീയ രാജാവായ ഈ അന്തിക്രിസ്തു ഭൂമിയെ ഭരിച്ച ശേഷം ജാതീയ രാജാക്കന്മാർക്ക് അന്ത്യം കുറിക്കുവാൻ സ്വർഗസ്ഥനായവൻ സ്വർഗത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദാനിയേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്ക് പറയുക, ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഏത് രാജാക്കന്മാരാ? ഈ ഓർഡർ അല്ലേ, ഈ പറഞ്ഞ എല്ലാം കഴിഞ്ഞ് വരും. അന്ത്യക്രിസ്തുവിന്റെ അവസാനം വന്ന് അവസാനിക്കുന്ന ഈ ജാതീയ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. കർത്താവിന് സ്തോത്രം. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഇതുവരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജാതീയ രാജാക്കന്മാരുടെയും അല്ലേ, എല്ലാ ജാതീയ സാമ്രാജ്യങ്ങളെയും കിങ്ഡങ്ങളെയും തകർത്തു കളഞ്ഞിട്ട് സ്വർഗസ്ഥനായവൻ ഭൂമിയെ ഭരിക്കാൻ വരുന്നു. അവൻ ഭൂമിയെ ഭരിക്കുവാൻ രാജാവായി നമ്മുടെ കർത്താവ് വരികയാണ്. ഹല്ലേലൂയ. 45-ാം വാക്യം പറയുന്നു, കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തുനിന്ന് പറഞ്ഞു വന്നിട്ട് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സമർപ്പിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം സത്യമം. ഈ പുസ്തകത്തിന് ഒരു മാറ്റവുമില്ല. ഞാൻ പകൽ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾക്ക് കൃത്യം വാക്കുകളാണ്. അത് കിട്ടും ഇത് കിട്ടും, അത് കൊണ്ടുപോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. കൃത്യ വാക്കുകൾ. ഇത് സംഭവിക്കുമെന്നുള്ളത് എൻ്റെ പ്രാണനേക്കാൾ ഉറപ്പിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 7-ാമത്തെ കാഹളം ഊതുമ്പോൾ നോക്കിയേ, പർവ്വതത്തുനിന്ന് പറഞ്ഞ ഒരു കല്ല് വരും. അതാണ് 7th കിങ്ഡമായ ദൈവം ഭൂമിയെ വാഴുവാൻ വരികയാണ്. ഹല്ലേലൂയ. അത് ഈ കാണുന്ന 6 കിങ്ഡങ്ങൾ, ജാതീയ രാജാക്കന്മാർ ഭരിക്കുന്ന ഈ 6 കിങ്ഡങ്ങളെ ഈ കല്ല് തകർത്ത് കളഞ്ഞിട്ട്, ഈ ബിംബത്തെ തകർത്ത് കളഞ്ഞിട്ട് ഈ യേശു കർത്താവ് അവരുടെ വിശുദ്ധന്മാരുമായി ഇവിടെ ഈ ഭൂമിയെ 1000 വർഷം വാഴുവാൻ വരുന്നു. അതൊക്കെ മനസ്സിലായി? ഞാൻ ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇങ്ങനെയാകുന്നു, ദാനിയേൽ എന്താ പറഞ്ഞത്? ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ഇതുപോലെ സംഭവിച്ചിരിക്കും. ഇത് മഴ വരും പെയ്യും പെയ്യാതിരിക്കുമെന്ന് പറയുന്ന ഒട്ടബുദ്ധിയല്ലേ ഇത്? ഇതിന്റെ പിന്നിൽ സ്വർഗസ്ഥനായവന്റെ വാക്കുകളും അവന്റെ ആഗ്രഹങ്ങളുമാണ്. ഹല്ലേലൂയ. അവനാണ് ഈ ഭൂമിയിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം മാറ്റമില്ലാതെ കൃത്യമായി ചെയ്യുന്നത് ഈ ഭൂമിയിലെ ഭരണകർത്താക്കന്മാരല്ല, സ്വർഗമാണ്. രാജാക്കന്മാരെ ഇറക്കുന്നതും കയറ്റുന്നതും സ്വർഗമാണ്. അവനൊരു ഇഷ്ടമുണ്ട് ഭൂമിയെക്കുറിച്ച്. അത് സംഭവിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ.
അങ്ങനെയാകുന്നു കാര്യത്തിന് സമാപ്തി. ഭൂമിയെ 7000 വർഷം, 7 ദിവസം കൊണ്ട് ദൈവം ഭൂമിയെ ഉണ്ടാക്കി. ഒരു ദിവസം ദൈവത്തിന്റെ കണ്ണിൽ 1000 വർഷം പോലെ എന്നും 1000 വർഷം ദൈവത്തിന്റെ കണ്ണിൽ ഒരു ദിവസം പോലെ ഇരിക്കുന്നു. അങ്ങനെ 7000 വർഷം കഴിയുമ്പോൾ ആദം മുതൽ അബ്രഹാം വരെ 2000, അബ്രഹാം മുതൽ യേശു വരെ 2000, യേശു മുതൽ ഇപ്പോൾ എതിർ ക്രിസ്തുവിന്റെ കാലം വരെ 2000 ആകാൻ പോകുകയാണ്. അതിനുശേഷം 6000 വർഷങ്ങൾക്ക് ശേഷം യേശു ഭൂമിയെ 1000 വർഷം വാഴുവാൻ വരുന്നു. അതോടുകൂടി ഈ ഭൂമി കത്തിച്ചാമ്പലായി. തിങ്കൾ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാ മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ വേഗത്തിൽ മധ്യവാനത്തിൽ വാണിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ഇത്രയും സ്നേഹം ലഭിച്ച ഒരു മണവാട്ടി വേറെ ഇല്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇത്രയും സ്നേഹം ലഭിച്ച ഒരു മണവാട്ടി വേറെ ഇല്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇനിയും കുറഞ്ഞൊന്നു കഴിയുന്നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. ഇനിയും കുറഞ്ഞൊന്നു കഴിയുന്നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ അന്നു ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോടു ചേർന്നിടുവാൻ അവർക്കന്നാളിൽ ഭാഗ്യമുണ്ടാകും. കുഞ്ഞാടിൽ കല്യാണ നാളിൽ അന്നു ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോടു ചേർന്നിടുവാൻ അവർക്കന്നാളിൽ ഭാഗ്യമുണ്ടാകും. ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീരനാദം കേട്ടിടും. ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീരനാദം കേട്ടിടും. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ഇത്രയും സ്നേഹം നൽകിയ ഒരു മണവാളൻ വേറെയില്ലല്ലോ. ഇത്രയും രക്ഷ നൽകിയ ഒരു രക്ഷകൻ ഭൂവിലില്ലല്ലോ. ഇത്രയും സ്നേഹം നൽകിയ ഒരു മണവാളൻ വേറെയില്ലല്ലോ. ഇത്രയും രക്ഷ നൽകിയ ഒരു രക്ഷകൻ ഭൂവിലില്ലല്ലോ. സ്വന്തമാം ജീവനെ തന്നു വീണവൻ തിരുരക്തം ചൊരിഞ്ഞു രക്ഷയേകിയോ. സ്വന്തമാം ജീവനെ തന്നു വീണവൻ തിരുരക്തം ചൊരിഞ്ഞു രക്ഷയേകിയോ. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി
മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ അന്നു ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോടു ചേർന്നിടുവാൻ അവർക്കന്നാളിൽ ഭാഗ്യമുണ്ടാകും. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ അന്നു ക്ഷണിക്കപ്പെട്ടോരെല്ലാവരും കാന്തനോടു ചേർന്നിടുവാൻ അവർക്കന്നാളിൽ ഭാഗ്യമുണ്ടാകും. ഇവിടെ കയറി വരിക എന്ന് കർത്താവിൻ ഗംഭീരനാദം കേട്ടിടും. ഇവിടെ കയറി വരികയെന്ന് കർത്താവിൻ ഗംഭീരനാദം കേട്ടിടും. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാടുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വാണിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. ഒരുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വാണിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വാണിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വാണിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പ്രത്യാശയോടെ നമുക്കിത് മടങ്ങിപ്പോകാം. നമ്മുടെ ഏത് കഷ്ടങ്ങൾക്കും സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ അവനെ കുറിച്ച് അറിയുന്നത് മാത്രമാണ്. ആ വലിയ പ്രത്യാശയാണ് നമ്മളെ ഇന്ന് തികഞ്ഞവനാക്കി നിർത്തുന്നത്. ഈ വചനങ്ങളാൽ തമ്മിൽ പ്രബോധിപ്പിക്കുന്ന തെസ്സലോനിക്ക ലേഖന കർത്താവ് നമുക്ക് എഴുതി വെച്ചിരിക്കുക. നമ്മൾ കണ്ണെടുക്കെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. ഇന്ന് ഈ ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ഇവിടെ കടന്നു വന്ന് അങ്ങ് ഞങ്ങളെ കടത്തിക്കൊണ്ടുവന്ന് അങ്ങേ ആരാധിച്ചു. അങ്ങ് നൽകിയ നന്മയുടെ ഓഹരി അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി വിതറുവാൻ അങ്ങ് സഹായിച്ചു. ഒരുമിച്ച് വിശുദ്ധ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് മാനസാന്തരപ്പെട്ട് കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച കൃപക്കായി നന്ദി പറയുന്നു. തുടർന്ന് മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന അങ്ങയുടെ വചനം കേൾക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ച വലിയ കൃപക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങൾ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ച വചനങ്ങൾ, ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. ദാനിയേൽ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുമ്പോൾ അത് ദൈവം പറഞ്ഞതുപോലെ തന്നെ അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യൻ്റെയും അവർക്ക് കാണാൻ കഴിയും വചനത്തിലെ ഓരോ വാക്കുകളെല്ലാം ഭൂമിയിൽ സംഭവിക്കുമ്പോൾ കർത്താവേ, നീ എത്രമാത്രം പടിവാതിക്കലാണ് ഞങ്ങൾ അറിയുന്നു. തലകളെ ഉയർത്തു നോക്കുവിൻ, അവൻ നമ്മുടെ യജമാനൻ, നമ്മുടെ മണവാളൻ വരാൻ സമയമായി. ഇന്ന് പകൽക്കാലം ആ വലിയ പ്രത്യാശയോടെ നമുക്കിന്ന് മടന്നു പോകാം. ഏത് കഷ്ടങ്ങൾ, ഇന്നൊരു പക്ഷേ സാമ്പത്തികമായി ബുദ്ധിമുട്ടോടെ കടന്നു വന്നവരോട് ഇവിടെ കാണും. രോഗത്തിൻ്റെ വലിയ വലിയ കഷ്ടതയിൽ ഞെരങ്ങുന്നവർ ഇവിടെ നടുവിലുണ്ടായിരിക്കാം. മറ്റ് വ്യത്യസ്തമായ കുറവുകളാലും
കഷ്ടങ്ങളാലും പിശാച് ചതിച്ച് ശാപത്തിലെ ചേറ്റിൽ കിടക്കുന്നവർ ഒരുപക്ഷെ ഈ നടുവിലുണ്ടായിരിക്കാം. ഇന്ന് ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എല്ലാ കഷ്ടങ്ങൾ, എല്ലാ ശാപങ്ങൾ, എല്ലാവിധമായ കർത്താവേ അവരുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ എടുത്തു മാറ്റുകയാണ്. പുതിയതായി കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരിക്കായി സ്തോത്രം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കാൽവരി ക്രൂശിൽ സകല ശാപങ്ങളെ വഹിച്ച, രോഗങ്ങളെ വഹിച്ച, കഷ്ടതയെ വഹിച്ച ആ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ കർത്താവെ അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാ ശാപങ്ങളെയും എല്ലാവിധമായ കഷ്ടങ്ങളെയും യേശുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റുകയാണ്. പരിശുദ്ധാത്മാവിനെ നിറച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തി സംഭവിക്കാൻ പോകുന്ന കൃപക്കായി സ്തോത്രം. എൻ്റെ യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കേണ്ടതിന് സ്വർഗം ചെയ്തിരിക്കാൻ നിനക്ക് നന്ദി പറയുന്ന കർത്താവേ, ഒരു വട്ടം കൂടി ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യം അന്വേഷിക്കുവാനും കർത്താവിൻ്റെ ഹിതമറിയുവാനും അതിനുവേണ്ടി ആ വിശുദ്ധിയുടെ തികവോടുകൂടി തന്നെ അവനെ കാത്തിരിപ്പാനും സ്വർഗം എല്ലാവരെയും അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എനിക്ക് സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ. നമുക്ക് ആശീർവാദം മടങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെ കൂടെയും ഇവിടെ ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസന്മാരുടെ കൂടെയും ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെയും യേശുവിൻ്റെ മേഘപ്രത്യക്ഷതനെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ചെയ്യുന്ന കർത്താവിനെ വിശുദ്ധ കരങ്ങളായ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ കർത്താവേ.